വയനാട്ടിലെ വനഗ്രാമത്തിൽ ആദിവാസി കർഷകർ ഇത്തവണയും നെല്ല് കൃഷി ഇറക്കിയതോടെ പച്ചക്കടലായിരിക്കുകയാണ് ചേകാടി. പച്ചപ്പണിഞ്ഞ ഈ നെൽപ്പാടം കാണാൻ മറ്റ് ജില്ലകളിൽ നിന്നടക്കം നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. പാടം പൂത്തകാലം പാടാൻ വന്നു നീയും, പാടം പൂത്തകാലം പാടാൻ വന്നു നീയും. ഒരു ഭാഗം കബനി നദിയാലും ബാക്കി വനത്താലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ വനഗ്രാമമാണ് ചേക്കാടി. കരഭൂമിയേക്കാൾ കൂടുതൽ വയലുള്ള ഇവിടെ ആദിവാസി കർഷകരാണ് അധികവും. വയനാട്ടിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങളിൽ ഒന്നാണിത്. പച്ചപ്പടിഞ്ഞ പാടവും കൃഷിയുമൊക്കെ കാണാനായി പ്രായഭേദമന്യേ ആളുകൾ എത്തുന്നു. ഞങ്ങളെ നാട്ടിൻപുറമൊക്കെ മുൻപ് ഇങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മക്കൾ ഇതൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഒരുപാട് വളരെ ഭംഗിയുണ്ട്. നമ്മളന്ന് വലുതായതിന്റെ ശേഷം ഇങ്ങനത്തെ ഒരു സ്ഥലം നമ്മളിവിടെ കണ്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഇങ്ങനെ ഒരു വയലിൽ നടുക്കൂടെ നടന്നിട്ട് എന്തായാലും നല്ലൊരു സ്ഥലമാണ്. പച്ചപ്പാടവും ഈറുമാടങ്ങളും കബനി നദിയും വനത്തിലൂടെയുള്ള യാത്രയുമാണ് സഞ്ചാരികളെ ചേക്കാടിയിലേക്ക് ആകർഷിക്കുന്നത്. 200 ഏക്കറോളം സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഈ നെൽപ്പാടങ്ങളുടെ മനോഹാരിത ആസ്വദിക്കാൻ റീൽസുകളിൽ കണ്ടും പറഞ്ഞറിഞ്ഞുമാണ് ആളുകൾ എത്തുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ വരും. അടിപൊളി, നല്ല വൈബല്ലേ. ഇപ്പൊ വൈഫിന്റെ ഒരു ഫ്രണ്ടും അവരെ ഫാമിലിക്ക് വന്നിട്ടുണ്ട് കോട്ടയത്ത്. അവര് പുറത്ത് ദുബൈയിൽ വർക്ക് ചെയ്യാം. അപ്പൊ അവരെ കേട്ടിങ്ങനെ വയനാട് ഇങ്ങനെ കാണാൻ വേണ്ടി അപ്പൊ അതിന്റെ ഭാഗത്തിന് വന്ന എന്റെ ഫ്രണ്ട്സ് അധികം പേരും വീട്ടിലോട്ട് വന്നിട്ട് ഇങ്ങോട്ടേ കൂട്ടിക്കൊണ്ടുവരാറ്. നല്ല അടിപൊളി സ്ഥലമാണ്. വയലിൽ കൂടെ നടക്കാനും ഒഴിവു സമയം ചെലവഴിക്കാനുമായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. പിന്നെ പാട്ടും സെൽഫിയും റീൽസും ഒക്കെയായി വൈകുന്നേരം ചെലവഴിച്ചു മടങ്ങും. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയായി ആരാധിക്കേ മഞ്ഞു തീരും വഴിയരികെ. ന്യൂസ് മലയാളം, വയനാട്.